ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുഞ്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നലെ. അപ്പോൾ ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ബീഫ് ബിരിയാണി റെസിപ്പി നമുക്ക് നോക്കാം. അപ്പോൾ ബീഫ് ഇപ്പോൾ കഴുകി നല്ല വൃത്തിയായിക്കൊണ്ട് വരാം. അത് കഴിഞ്ഞ് ബീഫിലേക്ക് വേണ്ടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചതച്ചുകൊണ്ട് വരാം. അപ്പോൾ അതൊക്കെ അതിലേക്ക് ചേർത്തു. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് കുറച്ച് നാരങ്ങ നീരൂടൊക്കെ പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് ഇത് കുക്കറിൻ്റെ അടുപ്പിൽ വെച്ചു. ഇനി അത് അവിടെ കിടന്ന് വിസിലടിക്കട്ടെ. അപ്പോൾ നമുക്ക് അരിയുടെ പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ ഇത് അരിക്കായിട്ട് വെള്ളമൊക്കെ തിളയ്ക്കാൻ അടുപ്പിൽ വെച്ചു. അതിൻ്റെ കൂടെ കുറച്ച് മസാലയൊക്കെ ഇട്ടു. ഇത് വെള്ളമൊക്കെ തിളച്ച് വന്നു. അപ്പോൾ അരിയൊക്കെ ഇട്ടു. ചോറൊക്കെ കൂടെ വെന്ത് വരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫിന് കുറച്ച് സവോളയൊക്കെ വരട്ടാം. അപ്പോൾ ആദ്യം കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് കുറച്ച് സവോളയൊക്കെ വരട്ടി പിന്നെ 2 തക്കാളി എടുത്ത് അത് ഒന്ന് പേസ്റ്റൊക്കെ ആക്കി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബീഫ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് തൈരും കൂടെ ചേർത്ത് മല്ലിയിലയും കൂടെയൊക്കെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദം ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ദം ചെയ്യാനായിട്ട് ആദ്യം ബീഫൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി പിന്നെ അതിലേക്ക് റൈസും കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കലക്കിയത് അതും കൂടെ കൊടുത്തു. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും സബോളയെല്ലാം കൂടെ വറുത്തിട്ടതൊക്കെ കൂടെ ഇട്ടു. പിന്നെ കുറച്ച് മല്ലിയില ഇട്ടു. അങ്ങനെ എല്ലാം ഇട്ടിട്ട് നല്ല സൂപ്പർ ബിരിയാണി ഇവിടെ റെഡിയാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബീഫ് ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.